ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSST ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 1 മൈക്കോളജിയിലെ മാസ്റ്റിഗോ മൈക്കോട്ട, സൈഗോ മൈക്കോട്ട എന്നീ ക്ലാസ്സുകളെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. ഡിവിഷൻ മാസ്റ്റിഗോ മൈക്കോട്ട അഥവാ ലോവർ ഫംഗൈ. ലോവർ ആയിട്ടുള്ള എല്ലാ ഫംഗസുകളും വരുന്ന ഡിവിഷനാണ് മാസ്റ്റിഗോ മൈക്കോട്ട. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡിവിഷൻ മാസ്റ്റിഗോ മൈക്കോട്ടയാണ്. ഇതിനകത്താണ് പല ക്ലാസ്സുകൾ വരുന്നത്. അപ്പൊ ഈ ഒരു ഡിവിഷനകത്തുള്ള ഫീച്ചർ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പണ്ട് കാലങ്ങളിൽ ഈ മാസ്റ്റിഗോ മൈക്കോട്ട എന്നത് അല്ലെങ്കിൽ മാസ്റ്റിഗോ മൈക്കോട്ടിൻ എന്ന ഗ്രൂപ്പിനെ പണ്ട് കാലങ്ങളിൽ ഫൈക്കോമൈസസ് ഗ്രൂപ്പിന്റെ ഒരു പാർട്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഫൈക്കോമൈസസ് നമ്മൾ +1 പഠിക്കുമ്പോൾ ഫൈക്കോമൈസസ് എന്നാണ് പറയുന്നത് അല്ലെ. പണ്ട് കാലങ്ങളിൽ ഫൈക്കോമൈസസിന്റെ ഒരു പാർട്ടായിരുന്നു ഈ മാസ്റ്റിഗോ മൈക്കോട്ടയും അതുപോലെ സൈഗോ മൈക്കോട്ടയൊക്കെ. ഇപ്പൊ രണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. പ്രിമിറ്റീവ് ആയിട്ടുള്ള ട്രൂ ഫംഗസുകളാണ്. ഇവർ പ്രിമിറ്റീവ് നേച്ചർ ആയിരിക്കും. മെജോറിറ്റി ആർ അക്വാട്ടിക്, കൂടുതലും അക്വാട്ടിക് ഫംഗസുകളാണ്. എന്നാൽ ചിലത് ആംബിബിയസ് നേച്ചർ കാണിക്കുന്നവരുണ്ട്, ചിലത് ടെറസ്ട്രിയൽ ഫോംസും കാണപ്പെടുന്നു. മോസ്റ്റ് ഓഫ് ദം ആർ പാരസൈറ്റ്. മിക്കവാറും പാരസൈറ്റ്, ക്രോപ്സിന്റെ പാരസൈറ്റ് ഉള്ളവരായിരിക്കും കൂടുതലും ഈ ഗ്രൂപ്പിലുള്ള ഫംഗസുകൾ. സൊമാറ്റിഫൈസിന്റെ പ്രത്യേകത യൂണിസെല്ലുലർ താലസുകളായിരിക്കും, അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് സീനോസെറ്റ് മൈസിലും കാണിക്കുന്നവരായിരിക്കും. ഒറ്റ സെല്ലുള്ളവരോ അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് ആയിട്ടുള്ള സീനോസെറ്റ് മൈസിലും കാണിക്കുന്നവരായിരിക്കും ഈ ഗ്രൂപ്പിൽ വരുന്നത്. ഈ ഗ്രൂപ്പിന്റെ റീപ്രഡക്ഷന്റെ പ്രത്യേകത അസെക്ഷൽ റീപ്രഡക്ഷൻ. പേര് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ, കാരണം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ജനറൽ ഫീച്ചേഴ്സിൽ പറഞ്ഞതാണ് അല്ലെ. സ്പൊറാഞ്ചിയോസ്പോർസ് കാണിക്കുന്നവരുണ്ട്, അതായത് മോട്ടൈൽ സൂസ്പോറുകളോ അല്ലെങ്കിൽ നോൺ മോട്ടൈൽ അപ്ലനോസ്പോറുകളോ കാണിക്കുന്നവരായിരിക്കാം. പിത്തിയം പോലുള്ള ഓർഗൻസിൽ കൊണീഡിയ കാണിക്കുന്നുണ്ട്, ക്ലാമിഡോസ്പോർസ് കാണിക്കുന്നവരുണ്ട്, ഒയിഡി അല്ലെങ്കിൽ ആർത്രോസ്പോർസ് കാണിക്കുന്നവരുണ്ട്. സെക്ഷൽ റീപ്രഡക്ഷന്റെ പ്രത്യേകത ഡൈക്കാരിയൻ ഫേസ് ആബ്സെന്റ് ആണ്, അതായത് രണ്ട് ഹൈഫകൾ തമ്മിൽ പ്ലാസ്മോഗമി കാരിയോഗമി കഴിയുമ്പോൾ ന്യൂക്ലിയസിന്റെ പെയറിംഗ് ഡൈക്കാരിയൻ സ്റ്റേജസ് കാണിക്കാറില്ല. സാധാരണ അത് അസ്കോമൈസസിലും ബെസിഡിയോമൈസിലാണ് കാണപ്പെടുന്നത്, ഈ ഗ്രൂപ്പിൽ കാണാറില്ല. ഇനി റീപ്രഡക്ഷൻ ഒന്നുകിൽ ഐസോഗ്യാമസ് ആകാം അല്ലെങ്കിൽ അനൈസോഗ്യാമസ് ആകാം. മിക്ക സ്പീഷീസുകളും ഹോമോതാലിക്കാണ്, ഒരേ താലസ് തന്നെയാണ് സെക്സ് ഓർഗൻസ് അല്ലെങ്കിൽ മേറ്റിങ്ങിലുള്ള സ്ട്രെയിൻസ് കാണപ്പെടുന്നത്. സെക്ഷൽ റീപ്രഡക്ഷനിലെ പ്ലാസ്മോഗമി 3 തരത്തിലാകാം. പ്ലാനോഗ്യാമിറ്റ് കോപ്പുലേഷൻ ആകാം, അല്ലെങ്കിൽ ഗ്യാമിറ്റാഞ്ചിയൽ കോണ്ടാക്ട് ആകാം, അല്ലെങ്കിൽ ഗ്യാമിറ്റാഞ്ചിയൽ കോപ്പുലേഷൻ മെത്തേഡിലാകാം. ഈ 3 തരത്തിലായിരിക്കും സെക്ഷൽ റീപ്രഡക്ഷനിലെ പ്ലാസ്മോഗമി, 2 സെല്ലുകളുടെ സൈറ്റോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത്. പ്ലാനോഗ്യാമിറ്റ് കോപ്പുലേഷന്റെ പ്രത്യേകത 2 ഗ്യാമിറ്റുകളും മോട്ടൈലായിരിക്കും, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ് മോട്ടൈലായിരിക്കും. അതുകൊണ്ടാണ് അവരെ പ്ലാനോ ഗ്യാമീറ്റ്സ് എന്നവരെല്ലാം അറിയപ്പെടുന്നത്. ഇതും വീണ്ടും പല ടൈപ്പ് ആകാം. ഐസോ പ്ലാനറ്റ് കോപ്പുലേഷൻ കാണിക്കുന്നവരാകാം, അതുപോലെ പീഡിയം, പ്ലാസ്മോഡിഫോറ തുടങ്ങിയ ഐസോ പ്ലാനറ്റിക് ഗ്യാമിറ്റ് ആയിരിക്കും, രണ്ടും ഒരുപോലുള്ള ഗ്യാമിറ്റുകളായിരിക്കും. അല്ലെങ്കിൽ അനൈസോ പ്ലാനറ്റ് ഗ്യാമിറ്റിക് കോപ്പുലേഷൻ കാണിക്കുന്നതായിരിക്കാം, സൈസിൽ മാത്രം വ്യത്യാസമുള്ള 2 മോട്ടൈലായിട്ടുള്ള ഗ്യാമിറ്റുകളായിരിക്കാം. അലോമൈസസ് എന്ന ജീനറയിലൊക്കെ അങ്ങനെ 2 വ്യത്യസ്ത സൈസിലുള്ള മോട്ടൈലായിട്ടുള്ള ഗ്യാമിറ്റുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്ലാനറ്റ് ഗ്യാമിറ്റിക് കോപ്പുലേഷൻ ആയിരിക്കാം, അതായത് മോണോബ്ലിഫാറിസ് പോലുള്ള ഫംഗ്ഷനിലും സ്ട്രക്ചറിലും വ്യത്യാസമുള്ള ഗ്യാമിറ്റുകൾ ഫ്യൂസ് ചെയ്യുന്ന തരത്തിലും ആകാം. ഗ്യാമിറ്റേഞ്ചിയൽ കോണ്ടാക്ട് അത് മറ്റൊരു ടൈപ്പാണ്, അതായത് 2 ഗ്യാമിറ്റുകൾ നോൺ മോട്ടൈൽ ആയിരിക്കും. ഫെർട്ടിലൈസേഷൻ ട്യൂബിന്റെ സഹായത്തിൽ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഗ്യാമിറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗ്യാമിറ്റാഞ്ചിയൽ കോപ്പുലേഷൻ, അവിടെ നേരത്തെ പറഞ്ഞ ഐസോ ഗ്യാമിറ്റാഞ്ചിയൽ ടൈപ്പിലോ അനൈസോ ഗ്യാമിറ്റാഞ്ചിയൽ ടൈപ്പിലോ ഗ്യാമിറ്റുകൾ ഫ്യൂസ് ചെയ്യാം. ഈ ഒരു മാസ്റ്റിഗോ മൈക്കോട്ട എന്ന ഡിവിഷനകത്ത് ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. അതിൽ വരുന്ന ഒരു ക്ലാസ് ആണ് കൈട്രിഡിയോമൈസസ്. ഈ ക്ലാസ്സുകളുടെ എല്ലാം പൊതുവായിട്ട് ഗ്രൂപ്പിലാണ് നമ്മൾ മാസ്റ്റിഗോ മൈക്കോട്ട എന്ന ഡിവിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സിലബസിൽ മാസ്റ്റിഗോ മൈക്കോട്ട എന്ന ക്ലാസ് പറയുമ്പോൾ അലക്സോപൗലോസിന്റെ ക്ലാസിഫിക്കേഷന്റെ ബേസിലാണെങ്കിൽ അതിനകത്ത് വരുന്ന ഒരു ക്ലാസ് ആണ് കൈട്രിഡിയോമൈസസ്. പ്രത്യേകത പ്രൊഡക്ഷൻ ഓഫ് യൂണിഫ്ലജല്ലേറ്റഡ് റീപ്രൊഡക്റ്റീവ് സെൽസ്, ഒറ്റ ഫ്ലജല്ലുള്ള റീപ്രൊഡക്റ്റീവ് സെൽസുകൾ ഗ്യാമീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത. ഒന്നെങ്കിൽ ആ ഗ്യാമീറ്റുകളിലെ പോസ്റ്റീരിയർ ടൈപ്പിലായിട്ടുള്ള വിപ്ലാഷ് ടൈപ്പിലുള്ള ഫ്ലജല്ല ആയിരിക്കും കാണപ്പെടുന്നത്. അതിന് ഒപ്പിസ്തോകോണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. വെജിറ്റേറ്റീവ് ബോഡിയുടെ പ്രത്യേകത എസെല്ലുലാർ, സീനോസൈറ്റിക്, ഹോളോകാർപ്പിന്റെ അർത്ഥം അറിയാലോ, ഹോളോകാർപ്പിക്, യൂകാർപ്പിക്. റൈസോയിഡ്സ് പ്രസന്റ് ആയിരിക്കും. ഈ ഗ്രൂപ്പിലുണ്ടാവുന്ന സൂസ്പോറുകൾ ജെർമിനേറ്റ് ചെയ്യുന്നത് ഇൻഫെക്ഷൻ പെഗ് അല്ലെങ്കിൽ പെനട്രേഷൻ ട്യൂബിന്റെ സഹായത്താലായിരിക്കും. ഇതിനകത്ത് വരുന്ന കുറച്ച് എക്സാമ്പിൾ നോക്കാം. സിൻകൈട്രിയം എൻഡോബയോട്ടിക്കം. സാധാരണഗതിയിൽ പൊട്ടറ്റോയിൽ ബ്ലാക്ക് വാർട്ട് എന്ന ഡിസീസ് ഉണ്ടാക്കാൻ കാരണമാകുന്ന ഫംഗസ് ആണ്. കൈട്രിഡിയൽസ് എന്ന ഓർഡറിൽ ഫാമിലി സിൻകൈട്രിയേസി എന്ന ഫാമിലിക്കകത്താണ് ഉൾപ്പെടുന്നത്. ഇവയുടെ ലൈഫ് സൈക്കിളിന്റെ ഒരു പ്രത്യേകത ഇൻഫെക്ഷൻ സ്റ്റേജുകൾ ഉണ്ടാവും, അതിൽ നിന്നൊരു പോറസ് സ്റ്റേജ്, പിന്നെ അത് ജെർമിനേറ്റ് ചെയ്ത് സ്പൊറാഞ്ചിയ, ആ സ്പൊറാഞ്ചിയിൽ നിന്ന് പുതിയ സ്പോർട്സുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലൈഫ് സൈക്കിളാണ് ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ എക്സാമിന്റെ പ്രത്യേകത.
രണ്ടാമത്തെ ഒരു ജീനസ് ആണ് അലോമൈസസ്. ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത്, ഇന്ത്യയിൽ കണ്ടെത്തിയത് ബട്ട്ലർ എന്ന സയന്റിസ്റ്റ് ആണ്. 1911 ആദ്യമായിട്ട് ഈ ഒരു ജീനസിനെ ഇന്ത്യയിൽ കണ്ടെത്തുന്നത്. ഇതിന്റെ പ്രത്യേകത ഫാൾ സെപ്റ്റ. ഈ ജീനസിലുള്ളവർക്കെല്ലാം ഫാൾ സെപ്റ്റ കാണിക്കുന്നവരായിരിക്കും. ബ്ലാസ്റ്റോകേഡിയൽസ് എന്ന ഓർഡറിലും ബ്ലാസ്റ്റോകേഡിയസ് എന്ന ഫാമിലിയിലാണ് ഈ ഒരു ജീനസ് ഉൾപ്പെടുന്നത്. മോണോബ്ലിഫാരിസ്. മോണോബ്ലിഫാരിഡേസ് എന്ന ഓർഡറിൽ മോണോബ്ലിഫാരിഡേസി എന്ന ഫാമിലിയിലാണ് ഈ ഒരു ജീനസ് ഉൾപ്പെടുന്നത്. ഈ ഒരു മാസ്റ്റിക മൈക്കോട്ട എന്ന ഡിവിഷനിൽ വരുന്ന മറ്റൊരു ക്ലാസ് ആണ് ഹൈപ്പോകൈറ്റിഡിയോമൈസസ്. പ്രത്യേകത അക്കോട്ടി ഫംഗസുകളായിരിക്കും. നേരത്തെ പറഞ്ഞ ക്ലാസ്സിന്റെ കൈറ്റിഡിയോമൈസസിൽ പോസ്റ്റീരിയർ വിപ്ലാഷ് ടൈപ്പ് ഫ്ലജല് ഉള്ളവരാണെങ്കിൽ ഇവിടെ ആന്റിയറിലി ഒരു ഫ്ലജല് യൂണിഫ്ലജൽ ടൈപ്പ് ആയിരിക്കും. അത് ടിൻസൽ ടൈപ്പ് ഫ്ലജല് ഉള്ളവരായിരിക്കും. പ്രത്യേകത അവർക്ക് റൈസോയിഡൽ അല്ലെങ്കിൽ ഹൈഫ ലൈക്ക് വെജിറ്റേറ്റീവ് സിസ്റ്റം കാണപ്പെടുന്നത്. ഹൈഫ പോലുള്ള വെജിറ്റേറ്റീവ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഇവനെ ഹൈപ്പോകൈറ്റിഡിയോമൈസസ് എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയതും ആ പേര് വന്നത്. ഹോളോകാർപ്പിക് ആകാനും യൂകാർപ്പിക് ആകാനും കഴിയുന്ന ഓർഗാനിസങ്ങളാണ് ഈ ഗ്രൂപ്പിൽ. അതായത് അവർക്ക് വേണമെങ്കിൽ ഹോളോകാർപ്പിക് ആയിട്ടുള്ള എൻഡർ താലസ് ഒരു സ്പൊറാഞ്ചായിട്ട് മാറാനുള്ള കഴിവുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പ്രത്യേക റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് ആകുമ്പോൾ റീപ്രൊഡക്റ്റീവ് ഹൈഫകൾ പ്രൊഡ്യൂസ് ചെയ്ത കഴിവും ഉള്ളവരായിരിക്കും. ടിപ്പിക്കലി മോണോസെൻട്രിക് ആണ്, ഒറ്റ സ്പൊറാഞ്ചിയം ഉള്ള ഗ്രൂപ്പുകളായിരിക്കും, അല്ലെങ്കിൽ പോളിസെൻട്രിക് ഒരുപാട് സ്പൊറാഞ്ചി ഡെവലപ്പ് ചെയ്യുന്നവരായിരിക്കും ഈ ഗ്രൂപ്പിൽ വരുന്നത്. ഹൈഫ ആർ ജനറലി സീനോസൈറ്റിക്. നമുക്കറിയാം സീനോസൈറ്റിക് ആയിട്ടുള്ള ഹൈഫ ആയിരിക്കും കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെപ്റ്റം ആബ്സെന്റ് ആയിരിക്കും. എന്നാൽ ചില കേസിൽ സ്യൂഡോ സെപ്റ്റ ഫോം ചെയ്യുന്നു. റൈസരിയോമൈസസ് അതുപോലെ ഹൈപ്പോകൈട്രിയം തുടങ്ങിയവ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. മറ്റൊരു ക്ലാസ് ആണ് പ്ലാസ്മോഡിഫോറോമൈസസ്. പ്ലാസ്മോഡിഫോറോമൈസസ് എന്ന ക്ലാസിന്റെ പ്രത്യേകത ഒബ്ലിഗേറ്റ് എൻഡോ പാരസൈറ്റ്, സ്ട്രിക്ട്ലി എൻഡോ പാരസോസിന്റെ ബോഡിക്കകത്ത് വളർന്ന ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന എൻഡോ പാരസൈറ്റുകളാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. സൊമാറ്റോഫൈസിന്റെ പ്രത്യേകത പ്ലാസ്മോഡിയം ബോഡി, അവരുടെ ബോഡി പ്ലാസ്മോഡിയം ടൈപ്പ് ആയിരിക്കും. അത് ഹോളോകാർപ്പിക് ആയിരിക്കും. പ്ലാസ്മോഡിഫോറ ബ്രാസിക്ക എന്ന സ്പീഷീസ്. അതിന്റെ പ്രത്യേകത ഇവരാണ് ക്ലബ് റൂട്ട് അല്ലെങ്കിൽ ഫിംഗർ ആൻഡ് ടോ ഡിസീസ് ഇൻ ക്രൂസിഫേസ്. ക്രൂസിഫേസിലെ ക്ലബ് റൂട്ട് അല്ലെങ്കിൽ ഫിംഗർ ആൻഡ് ടോ ഡിസീസ് ഉണ്ടാക്കുന്നത് ഈ ഒരു ഫംഗസുകളായിരിക്കും. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പ്ലാസ്മോഡിഫോറ ബ്രാസിക്ക. ബ്രാസിക്കേസി ഫാമിലി ക്രൂസിഫെറ ഫാമിലിയിലുള്ളവർക്ക് ഫിംഗർ ആൻഡ് ടോ ഡിസീസ് അല്ലെങ്കിൽ ക്ലബ് റൂട്ട് ഡിസീസ് ഉണ്ടാക്കുന്നവർ ഈ ഗ്രൂപ്പ് ആയിരിക്കും. ലൈഫ് സൈക്കിളിന്റെ പ്രത്യേകത രണ്ട് ഫേസ് കാണാം. ഹാപ്ലോ ഫേസും ഡിപ്ലോ ഫേസും ഉള്ളവരായിരിക്കും ഈ ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിന്റെ പ്രത്യേകത. ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് ഊമൈസസ്. അപ്പൊ ഈ 3 ക്ലാസ്സും കൂടെ ചേരുമ്പോഴാണ് ശരിക്കും മാസ്റ്റിഗോ മൈക്കോട്ട എന്ന ഡിവിഷൻ വരുന്നത്. ഊഗ്യാമസ് ടൈപ്പുകളായിരിക്കും, അതായത് മെയിൽ ഗ്യാമറ്റ് ഫീമെയിൽ ഗ്യാമറ്റ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഊഗമസ് ടൈപ്പ് ആയിരിക്കും ഈ ഗ്രൂപ്പിലുള്ളത്. അതുകൊണ്ടാണ് ആ പേര് തന്നെ വന്നത്. മിയോസിസ് ഗ്യാമിറ്റാഞ്ചിയൽ മിയോസിസ് നടന്നിട്ടാണ് ഗ്യാമിറ്റ്സ് ഫോം ചെയ്യുന്നത്. നോൺ ഫ്ലജലേറ്റ് ഗ്യാമിറ്റ് ആണ്, മിക്കതും ഫ്ലജല ഇല്ലാത്തവരായിരിക്കും. സൂസ്പോറുകൾ ഉണ്ടെങ്കിൽ അസെക്ഷൽ ഡിഫറൻസ് സഹായിക്കുന്ന സൂസ്പോർ ഉണ്ടെങ്കിൽ അതിൽ ബൈഫ്ലജലേറ്റ് ആയിരിക്കും. ടിൻസൽ ടൈപ്പും വിപ്ലാഷ് ടൈപ്പ് ഉൾപ്പെടുന്ന ബൈഫ്ലജലേറ്റ് സൂസ്പോറുകളായിരിക്കും. നോർമൽ ഗ്യാമിറ്റിലെ ഫ്ലജല ആബ്സെന്റ് ആയിരിക്കും. സെൽവാന്റെ പ്രത്യേകത സെല്ലുലോസ് കണ്ടന്റുകളും ബീറ്റാ ഗ്ലൂക്കൻസ് ഉണ്ടായിരിക്കും. കൈറ്റിൻ പൊതുവെ ആബ്സെന്റ് ആയിരിക്കും. അപ്പോൾ ഊമൈസസിൽ കൈറ്റിനുള്ള സെൽവാളുകളല്ല കാണപ്പെടുന്നത്. മൈസിസിന്റെ പ്രത്യേകത മൈസീലിയം ബ്രാഞ്ചിലും ഫിലമെന്റസ് സീനോസൈറ്റിക് ആണ്. സെപ്റ്റ സാധാരണഗതിയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലാണ് സെപ്റ്റ ഉള്ള ഹൈഫെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മോസ്റ്റും യൂകാർപ്പിക് ആണ്, പലതും യൂകാർപ്പിക് ആണ്. അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻ സെപ്പറേറ്റ് ഉണ്ട്. അവരുടെ നോർമൽ ഹൈഫ അല്ല റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ട് മാറുന്നത്. അതിന് സ്പെഷ്യലൈസ്ഡ് ഹൈഫ ഉണ്ടാവുകയും അതിൽ നാം റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ പൊതുവെ സൂസ്പോറുകളായിരിക്കും കാണപ്പെടുന്നത്. സൂസ്പോറുടെ പ്രത്യേകത മോണോമോർഫിക് അല്ലെങ്കിൽ മോണോപ്ലനറ്റിക് ആകാം. അതിനർത്ഥം എന്ന് പറയുന്നത് ഒരൊറ്റ ടൈപ്പിലുള്ള സൂസ്പോറുകളായിരിക്കും ഡെവലപ്പ്, ഒരൊറ്റ സ്ട്രക്ചറിലുള്ള സൂസ്പോർ ഡെവലപ്പ് ചെയ്യുന്നതാണ് മോണോമോർഫിക് അല്ലെങ്കിൽ മോണോപ്ലാനറ്റിക് എന്നുള്ളത്. അതിന് എക്സാമ്പിൾ ആണ് പാത്തിയോപ്സിസിൽ കാണപ്പെടുന്നത്. എന്നാൽ ചിലത് ഡൈമോർഫിക് ആയിരിക്കും. ഡൈമോർഫിക് എന്ന് പറയുമ്പോൾ 2 തരം സൂസ്പോറുകൾ, പ്രൈമറി സെക്കൻഡറി 2 തരം സൂസ്പോറിലൂടെ ആയിരിക്കും ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത്. ഇപ്പൊ ലെപ്റ്റോ ലെജിന തുടങ്ങിയ സ്പീഷീസിലൊക്കെ, അതുപോലെ സ്പാരോ ലെജിന തുടങ്ങിയ സ്പീഷീസിലൊക്കെ നമുക്ക് ഡൈമോർഫിക് സൂസ്പോർസ് കാണാൻ കഴിയും. സ്പൊറാഞ്ചിയോസ്പോർസ് ഉള്ളവരും ഈ ഗ്രൂപ്പിലുണ്ട്. കൊണീഡിയ, പിത്തിയം പോലുള്ള സ്പീഷീസിൽ കൊണീഡിയ കാണപ്പെടുന്നുണ്ട്. പിത്തിയത്തിൽ ജെമ്മെ പോലുള്ള ബഡിങ് സ്റ്റേജുകളും കാണപ്പെടുന്നുണ്ട്. ഇവരെ സെക്ഷൽ ഡിപ്രഷന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ ഗ്യാമിറ്റാഞ്ചിയൽ കോൺടാക്റ്റിലൂടെ യൂഗ്യാമസ് ടൈപ്പ് ആയിരിക്കും. ആന്ത്രഡിയോ ഊഗോണിയം പ്രസന്റ് ആയിരിക്കും, അത് ഊഗ്യാമസ് ടൈപ്പ് ആയിരിക്കും. ഇവയുടെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഊസ്പോറുകൾ തിക്ക് വാൾഡ് ആയിരിക്കും. അതിൽ 2 ലെയർ ഉണ്ടായിരിക്കും, എക്സൈനും ഇൻറ്റൈനും. ഫെർട്ടിലൈസേഷൻ ട്യൂബിന്റെ സഹായത്തിലായിരിക്കും നടക്കുന്നത്. പാരന്തോസ്പോം പ്രസന്റ് ഇൻ സം സ്പീഷീസ്, ചില സ്പീഷീസിലെ പാരന്തോസ്പോഴ്സുകളും പ്രസന്റ് ആണ്. അതായത് സാപ്രോലെജിന, ഫെറാക്സ് പോലുള്ള സ്പീഷീസിലെ പാരന്തോസ്പോഴ്സ് പ്രസന്റ് ആയിരിക്കും. ആംഫിഗൈനസ് ആന്ത്രഡിയം, അത് ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രധാന പ്രത്യേകതയാണ്.
ആന്ത്രഡിയം ഒരു കോളർ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് ഊഗോണത്തിന്റെ ബേസിൽ സറൗണ്ട് ചെയ്ത് കാണപ്പെടും. അതായത് ഊഗോണത്തിന്റെ ബേസിൽ ഒരു കോളർ ലൈക്ക് സ്ട്രക്ചർ പോലെ ആന്ത്രഡിയം ഫോം ചെയ്യുന്നതിനെയാണ് ആംബിഗൈനസ് ആന്ത്രഡിയം എന്ന് പറയുന്നത്. ഫൈറ്റോപ്തെറ സ്പീഷീസിൽ അല്ലെങ്കിൽ ജീനസുകളിൽ പൊതുവെ കാണപ്പെടുന്നത് ആംബിഗൈനസ് ആന്ത്രഡിയം ആയിരിക്കും. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ വരുന്ന കോമൺ എക്സാമ്പിൾസ് ആണ് എക്ലയ, സ്പാരോലെജിന, പിത്തിയം. പിത്തിയത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ. പിത്തിയം ഡീബാരിയാനം സാധാരണ പ്ലാന്റ്സിലെ ഡാമ്പിംഗ് ഓഫ് ഡിസീസ് ഉണ്ടാക്കുന്നത് ഈ സ്പീഷീസുകളാണ്. പിത്തിയം മെരിയോറ്റൈലം തുടങ്ങിയ സ്പീഷീസുകളാണ് റൈസോം റോട്ട് ഓഫ് ജിഞ്ചറിൽ റൈസോം റോട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ പിത്തിയം അഫാനിഡെർമേറ്റം തുടങ്ങിയ സ്പീഷീസുകളാണ് റൈസോം റോട്ട് ഓഫ് ജിഞ്ചറും സോഫ്റ്റ് റോട്ട് ഇൻ പപ്പായയ്ക്ക് കാരണമാകും. പിത്തിയം ഇൻഡിക്കമാണ് ഫ്രൂട്ട് റോട്ട് ഇൻ ബിന്ദി ഓർ ലേഡീസ് ഫിംഗറിൽ ഫ്രൂട്ട് റോട്ടിന് കാരണം പിത്തിയം ഇൻഡിക്കമാണ്. പിത്തിയം ഗ്രാമിനിക്കോളമാണ് റൈസോം ആൻഡ് റൂട്ട് റോട്ട് ഇൻ ടർമറിക്കിന് കാരണം. ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധാരണ ബ്ലിറ്റോക്സ് 50 അല്ലെങ്കിൽ അരാസൻ സീഡ് പ്രൊട്ടക്റ്റാനായിട്ടുള്ള സീഡ് പ്രൊട്ടക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബോഡാക്സ് മിക്സർ ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം, ഈ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാം. മറ്റൊരു ജീനസ് ആണ് ഫൈറ്റോപ്തെറ. സാധാരണ ലീഫ് ബ്ലൈറ്റ്, കാങ്കർ ഡിസീസ്, ഫ്രൂട്ട് റോട്ട് ഇൻ ഏരിയൽ പാർട്സ് ഓഫ് പ്ലാന്റ്സ് ഇതിനൊക്കെ കാരണം ഫൈറ്റോപ്തെറ സ്പീഷീസുകളാണ്. ഫൈറ്റോപ്തെറ ഇൻഫെസ്റ്റൻസ് ആണ് സാധാരണഗതിയിൽ പൊട്ടറ്റോ ബ്ലൈറ്റ് ഡിസീസ് അല്ലെങ്കിൽ ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോയ്ക്ക് കാരണമാകും. ഇതിനെ കൺട്രോൾ ചെയ്യാൻ നേരത്തെ ബ്ലിറ്റോക്സ് 50 ബോഡാക്സ് മിക്സറോ ഡൈറ്റിയൻ Z78 ഡൈറ്റിയൻ M45 മെനേവ് അല്ലെങ്കിൽ ഫൈറ്റോളോൻ അല്ലെങ്കിൽ ബ്ലൂ കോപ്പർ പോലുള്ള കൺട്രോൾ മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഇവയെ കൺട്രോൾ ചെയ്യാം. പെറനോസ്പോറ സാധാരണ ഡൗണി മൈൽഡ്യൂക്ക് കാരണമാകുന്നുണ്ട്. മറ്റൊരു ജീനസാണ് പ്ലാസ്മോഫോറ, അവയും ബ്രാസിക്കേസിൽ ഡൗണി മൈൽഡ്യൂസിന് കാരണമാകുന്നുണ്ട്. സ്ക്ലീറോസ്പോറയിലുള്ള ജീനസുകളാണ് പൊയേസി ഒരു ഗ്രാമിനി ഫാമിലിയിൽപ്പെട്ട ക്രോപ്സിനൊക്കെ ഡൗണി മൈൽഡ്യൂ ഡിസീസ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രീൻ ഇയർ ഡിസീസ് ഉണ്ടാക്കുന്നത് സ്ക്ലീറോസ്പോറ പോലുള്ള സ്പീഷീസുകളാണ്. ഇവയെ കൺട്രോൾ ചെയ്യുന്നത് ബോഡാക്സ് മിക്സർ ഉപയോഗിച്ച് തന്നെയാണ്. പിന്നെ ആൽബുഗോ കാൻഡിഡ നമുക്കറിയാം കോമൺ ആയിട്ടുള്ളതാണ്. വൈറ്റ് റസ്റ്റ് അല്ലെങ്കിൽ ബ്ലിസ്റ്റർ റസ്റ്റിന് കാരണം ആൽബുഗോ കാൻഡിഡയാണ്. അടുത്താണ് സാപ്രോലെജിന പാരസൈറ്റിക. സാൽമൺ പോലുള്ള ഫിഷസുകളുടെ ഗിൽസിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന സാൽമൺ ഡിസീസിന് കാരണം സാപ്രോലെജിന പാരസൈറ്റിക. അടുത്ത സിലബസിലുള്ളതാണ് സൈഗോമൈക്കോട്ട. സൈഗോമൈക്കോട്ട ശരിക്കും പറഞ്ഞാൽ അലക്സോപോലോസ് പോലുള്ള ക്ലാസിഫിക്കേഷനിലെ ഡിവിഷൻ അമാസ്റ്റിക മൈക്കോട്ട, അതിനുള്ളിലെ സബ് ഡിവിഷൻ സൈഗോമൈക്കോട്ടിനയിൽ കാണപ്പെടുന്ന ഒരു ക്ലാസ് ആണ് സൈഗോമൈസസ്. ഇവയുടെ പ്രത്യേകത തിക്വാൾ റെസ്റ്റിംഗ് സ്പോറുകളായ സൈഗോസ്പോർ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഗ്രൂപ്പിന് പൊതുവെ സൈഗോമൈസസ് എന്ന പേര് വന്നത്. മുമ്പ് കാലങ്ങളിൽ ഇവ സ്പൈക്കോമൈസസ് എന്ന ഗ്രൂപ്പിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. സാധാരണ ഇവ അറിയപ്പെടുന്നത് കോൺജുഗേഷൻ ഫംഗൈ എന്നാണ്. കാരണം സൈഗോസ്പോർ ഉണ്ടാകുന്നത് ഗ്യാമീറ്റാൻജിയൽ കോപ്പുലേഷനിലൂടെ ഒരു കോപ്പുലേഷൻ നടക്കുന്നത് കൊണ്ടാണ് അതിന് കോപ്പുലേഷൻ ഫംഗൈ എന്ന പേരിൽ അറിയപ്പെടുന്നത്. താലസ് യൂകാർപ്പിക് ആണ്. ജനറലി വെൽ ഡെവലപ്ഡ് മൈസീലിയൽ സെൽസ് ആയിരിക്കും കാണപ്പെടുന്നത്. യൂഷ്വലി സീനോസൈറ്റിക് ആണ്. മൾട്ടി ന്യൂക്ലിയർ ഹൈഫെ വിത്തൗട്ട് റെഗുലർ സെപ്റ്റം ഇല്ലാത്ത സീനോസൈറ്റിക് മൈസീലിയമാണ് കാണപ്പെടുന്നത്. സാധാരണ മോട്ടൈൽ സെൽസ് ആബ്സെന്റ് ആണ്. അതായത് സൂസ്പോറുകൾ പൊതുവെ ആബ്സെന്റ് ആയിരിക്കും. ഓർഡർ മ്യൂക്കോറൽസ് വരുന്ന ഓർഗാൻസിന് കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരാണ് ബ്ലാക്ക് മോൾസ്. അപ്പൊ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഇതിനകത്തൊരു ഓർഡർ വരുന്നുണ്ട് മ്യൂക്കോറൽസ്. മ്യൂക്കർ വരുന്ന ഗ്രൂപ്പാണ്. അപ്പൊ അതിന് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ബ്ലാക്ക് മോൾസ് എന്നാണ്. നമ്മുടെ റൈസോപ്പസ് ഒക്കെ ഉൾപ്പെടുന്നവരാണ് കോമൺ ആയിട്ട് ബ്ലാക്ക് മോൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഗ്രൂപ്പിലുള്ള പല ജീനസുകളിലും 3 തരം മൈസീലിയൽ പാർട്ടുകൾ അല്ലെങ്കിൽ മൈസീലിയത്തിന് 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സ്റ്റോളൻ എന്നും റൈസോൾസ് എന്നും സ്പൊറാഞ്ചിയോഫോർ എന്നും 3 തരത്തിൽ തിരിക്കാം. അതായത് സ്റ്റോൾ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലായിട്ട് ക്രീപ്പ് ചെയ്ത് പോകുന്ന ഹൈഫകളെ സ്റ്റോൾ എന്നും, റൈസോഡ് നമുക്കറിയാം അറ്റാച്ച് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും സഹായിക്കുന്ന ഹൈഫകളായിരിക്കും. അതിൽ നിന്നുണ്ടാവുന്ന ഏരിയലായിട്ട് വെർട്ടിക്കലായിട്ട് ഉണ്ടാവുന്ന സ്പൊറാഞ്ചിയോഫോർ, ഇതിലായിരിക്കും സ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്തത്. റൈസോപ്പസിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞ ഓർമ്മയില്ലേ, അത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. റീപ്രൊഡക്ഷനിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കാം. പൊതുവെ സ്പൊറാഞ്ചിയോസ്പോർസ് റൈസോപ്പസിലും മ്യൂക്കറിലും കാണപ്പെടുന്ന സ്പൊറാഞ്ചിയോസ്പോർസുകളോ അല്ലെങ്കിൽ കണ്ണിങ്ങാമെല്ല തുടങ്ങിയ സ്പെഷ്യലി കൊണീഡിയും ഒയിഡിയ അല്ലെങ്കിൽ ക്ലാമിഡോസ്പോറുകൾ തുടങ്ങിയ മെത്തേഡുകളിലും അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കാറുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഓപ്പോസിറ്റ് ഹൈഫകളിൽ നിന്നും സ്പെഷ്യൽ ബ്രാഞ്ചുകൾ ഉണ്ടാകും. ഇവയെ പ്രോഗ്യാമിറ്റിയഞ്ച് പേരിൽ അറിയപ്പെടുന്നു. അതിന്റെ ടെർമിനൽ സോളൻ പോർഷൻ പിന്നീട് ഗ്യാമിറ്റാഞ്ചി ആയിട്ട് മാറുന്നു. അതിന്റെ ബേസൽ പോർഷൻ സസ്പെൻസിലായിട്ട് മാറുന്നു. ഈ രീതിയിലുള്ള സ്ട്രക്ചറുകൾ ഉപയോഗിച്ചിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ലൈഫ് സൈക്കിൾ ഹാപ്ലോണ്ടിക്കൽ. ഇതിനകത്ത് വരുന്ന കോമൺ എക്സാമ്പിൾസ് ആണ് റൈസോപ്പസ് അഥവാ ബ്രെഡ് മൗൾഡ്, ദെൻ മ്യൂക്കർ, പൈലോബോളസ്. പൈലോബോളസിനെ കോമൺലി അറിയപ്പെടുന്നത് ഹാറ്റ് ത്രോവർ അല്ലെങ്കിൽ ഷോർട്ട് ഗൺ ഫംഗസ് എന്നാണ്. കാരണം അതിന്റെ സ്പൊറാഞ്ചിയം ഒരു തോക്കിൽ നിന്നും ബുള്ളറ്റ് തെറിക്കുന്ന ഒരു സ്പീഡ് അതുപോലെ ഫോഴ്സ്ഫുള്ളി ആണ് ഒരു ലിക്വിഡിന്റെ
പ്രസൻസ് വരുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെ സ്പൊറാഞ്ചിയം പൊട്ടിത്തെറിച്ച് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. ഹാറ്റ് ത്രോവർ അല്ലെങ്കിൽ അതിന്റെ ടോപ്പിലുള്ള ക്യാപ്ലേ സ്ട്രക്ചർ, സ്പൊറാഞ്ചിയം ഒരു ക്യാപ്ലേ സ്ട്രക്ചർ പോലെ കാണപ്പെടുന്നത്, അതിങ്ങനെ തെറിച്ച് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ഇപ്പൊ കോമൺ ആയിട്ട് കോപ്രോഫിലസ് ആയിരിക്കും, അതായത് അനിമൽ ഡങ്ങിൽ, ചാണകം പോലുള്ള അനിമൽ വേസ്റ്റുകളാണ് കൂടുതലും ഇതിൽ വളരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാസ്റ്റിഗോ മൈക്കോട്ട, സൈഗോ മൈക്കോട്ട എന്ന 2 ഗ്രൂപ്പിന്റെ ഫീച്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അലക്സോ പൗലോസിന്റെ ക്ലാസിഫിക്കേഷൻ ബേസിലാണ് ഞാനിത് ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം.